സോ യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ആയിട്ടുള്ള തീം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സീരീസ് നിങ്ങൾ മിസ്സാക്കരുത്. ഒരു വീഡിയോ ഗെയിമിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സീരീസ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ദി ലാസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്ന ആ ഒരു ഗെയിമിനെ ആസ്പദമാക്കി ലാസ്റ്റ് ഓഫ് എസ് സീരീസ് സീസൺ 1 സീസൺ 2 ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഫോൾ ഔട്ട് എന്ന് പറയുന്ന ഒരു സീരീസ് ആമസോൺ പ്രൈമിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് സീസൺ 1 സീസൺ 2 രണ്ട് സീസണും ഞാൻ കണ്ടു. അടിപൊളി. ലൈക്ക് എന്താ പറയുക, റെസിഡന്റ് ഈവൽ പോലെ അത്ര സീരിയസ് ആയിട്ടൊന്നുമല്ല, എന്നാൽ തുടക്കം മുതൽ ഒടുക്കം പോലെ തമാശകളുണ്ട്. എന്നാ നായകൻ എന്താ പറയുക, ഭയങ്കര എന്താ പറയുക, തൊട്ടതിനൊക്കെ പിടിച്ചതിനൊക്കെ നായകന് എല്ലാ കാര്യങ്ങളും ജയം വരാം, അങ്ങനെയൊന്നും ഇല്ലേ. ഭയങ്കര എന്താ പറയുക, ഒരു കൂട്ടം ആൾക്കാർ എന്ന് പറയുമ്പോൾ മൊത്തം 1 2 3 4 പേരുണ്ട്. 4 പേർക്ക് 4 ഡിഫറെൻറ്റ് സ്റ്റോറീസ് ഉണ്ട്. 4 ബാക്ക്ഗ്രൗണ്ടാണ് 4 പേര് വരുന്നത്. അവരെല്ലാവരും ചില കഥകൾ ഇങ്ങനെ ചില ഇൻ്റർസെക്ഷനിൽ ഒരുമിക്കുകയും ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തൊരുമിച്ച് കാര്യങ്ങൾ പ്രയത്നിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു സെൻറ്റി സൈഡ് ഈ ഒരു ഗോൾഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. കക്ഷിക്കാണ് ഒരു സെൻറ്റിമെൻ്റൽ സൈഡായിട്ടുള്ളത്. ബാക്കിയുള്ളവരും തമാശകളൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക എന്താ പറയുക സീരീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഡാർക്ക് എന്ന് പറയുന്ന ആ ഒരു സീരീസ് കണ്ടതിന് ശേഷമാണ് ഇത് കാണാതിരുന്നത്. സോ എന്താ പറയുക, ഡാർക്ക് കാണുമ്പോൾ പക്ക സീരീസും തീരെ തമാശകളില്ല. എന്നാൽ എന്താ പറയുക, ഭയങ്കര പേടിപ്പിക്കുന്ന ഹൊററായിട്ടുള്ള കാര്യങ്ങൾ. ഇതിനിടയ്ക്കാണ് റെസിഡന്റ് ഈവലിൻ്റെ റീബൂട്ട് വരുന്ന കാര്യം അറിഞ്ഞിരുന്നു. സെപ്റ്റംബർ 30 സംതിങ് എന്തോ അതിൻ്റെ റിലീസ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഫോൾ ഔട്ട് സീസൺ 1 ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ തുടർന്ന് ഇങ്ങനെ കണ്ടിരിക്കാൻ ഒരു സുഖം, ഒരു ഊർജ്ജവും. ആ ഒരു എലമെന്റ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് നമുക്കിത് കാണാൻ തോന്നുന്നത്. ഈ സാധാ അപ്പോക്കലിപ്റ്റിക് സിനിമയിൽ കാണുന്ന പോലെ തന്നെ സ്ഥിരം പരിപാടി, ഈ റേഡിയേഷൻ, അതുണ്ടാവുന്ന പാർശ്വഫലങ്ങൾ, അതല്ലാതെ ഇതൊരു കൂട്ടം ആൾക്കാർക്ക് ഇത് മുൻകൂട്ടി അറിഞ്ഞ്, അല്ലെങ്കിൽ ഇതൊരു പ്ലാൻഡ് അപ്പോക്കലിപ്റ്റിക് ആയതുകൊണ്ട് തന്നെ മുൻകൂട്ടി അറിയാവുന്നവർ ഒരു വോൾട്ടിൽ, അണ്ടർഗ്രൗണ്ട് വോൾട്ടിലേക്ക് താമസം മാറ്റുന്നുണ്ട്. അവരവിടെ 200 പരം വർഷങ്ങളായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഇവരുടെ ആൻസസ്റ്റേഴ്സ് ആയിരുന്നു. ഇതിന് ശേഷം വന്ന 1 2 രണ്ടാമത്തെ ജനറേഷനാണ് ഈ ഒരു അണ്ടർഗ്രൗണ്ട് വേൾഡിൽ താമസിക്കുന്നത്. സോ അവർ പുറം ലോകവുമായിട്ട് യാതൊരു വക ബന്ധവുമില്ല. അപ്പോൾ അതൊരു കക്ഷി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതാണ് എപ്പിസോഡ് 1 2 3 4 5 ആ സീസൺ 1 ആദ്യം പുറകെ കാണിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് തീം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് മിസ്സാക്കരുത്. ആമസോൺ പ്രൈമിലാണ് പോകുന്നത്. ദാറ്റ്സ് ഇറ്റ്. കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര ഹൈപ്പോട് കൂടിയിട്ട് ഈ ഒരു സീരീസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. സീസൺ 3 ഇതുവരെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അറിഞ്ഞത്. എപ്പോൾ റിലീസ് ആകുമെന്നുള്ളത് ഒന്നും പറഞ്ഞിട്ടില്ല. കട്ട വെയിറ്റിംഗ് തന്നെയാണ്. കഥ സീസൺ 2 വെച്ച് അവസാനിക്കുന്നില്ല. ഒരു ക്ലിഫ് ഹാങ്ങറിൽ വെച്ചിട്ടല്ല നിൽക്കുന്നത്. ഒരു ചെറിയൊരു എൻഡിങ്ങിനോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. എങ്കിൽ കൂടിയിട്ടും ചില സീൻസ് കാണിക്കുന്നുണ്ട്. ലൈക്ക് ദ മെയിൻ ബ്രെയിൻ, ഇതെല്ലാം ചിന്തിച്ച് കൂട്ടിയ മെയിൻ വില്ലനെ ഇതുവരെ കഥ പുറത്ത് വിട്ടിട്ടില്ല. സോ അതിപ്പോഴും കട്ട വെയിറ്റിംഗ് ആണ്. എന്തുകൊണ്ടാണ് കക്ഷി ഇതൊക്കെ കാഞ്ചി കൂട്ടിയെന്നുള്ളത്. യെസ്, അത് പറയാൻ വിട്ടുപോയി. ഈ ഒരു സീരീസ് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നും. അല്ലെങ്കിൽ ഏറ്റവും മെയിൻ സംശയമാണ് ഇതൊക്കെ ആക്ച്വലി നടക്കാവുന്ന കാര്യങ്ങളാണ്. ലൈക്ക് വാട്ട് ഈസ് ദി പോയിന്റ്, വാട്ട് ഈസ് ദ പ്രോഫിറ്റ്. മണി ഇല്ലാത്ത ഒരു സൊസൈറ്റിയിൽ എങ്ങനെ രാജാവാകാൻ കഴിയും, അങ്ങനെ രാജാവാകാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് എന്തിനാണ് കാണിക്കുന്നത്. കാരണം ഇതിലെ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് സീൻസൊക്കെ എല്ലാം പെയ്ഡാണ്. ആക്ച്വലി അത് ഒരു കൂട്ടം ആൾക്കാർ മനഃപൂർവ്വം ചെയ്യിപ്പിക്കുന്നതാണ്, അബദ്ധം കൊണ്ടല്ല. സോ അതൊക്കെ ചിന്തിക്കുമ്പോൾ റിയാലിറ്റിയിൽ ദാറ്റ്സ് നെവർ പോസിബിൾ എന്നൊക്കെ തോന്നിപ്പോകും. കൂടുതൽ പറയുന്നില്ല, നിങ്ങളിത് കണ്ടു നോക്കുക. അത്ര എനിക്ക് പറയാനുള്ളത്. ഇഷ്ടപ്പെടും, വളരെയധികം ഇഷ്ടപ്പെടും.